ഇതാണ് Qualcommന്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റ് Qualcomm Snapdragon 8 Gen 3. അതായത് 8 Gen 2ന്റെ ഒരു നെക്സ്റ്റ് മോഡലായിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ്. യെസ്, ഇറ്റ്സ് പവർഫുൾ. അതായത് നമ്മുടെ പ്രീവിയസ് മോഡലിനെക്കാളും ഡബിൾ മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു മോഡലിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു മോഡലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് മോഡലിനെ പോലെ തന്നെ ഉള്ള നെയിമിങ്ങും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് Snapdragon 8 Gen 3 എന്നായിരിക്കും അറിയപ്പെടുന്നത്. അവർ ഈ ഒരു 8 Gen 1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിലായിരിക്കും ഇനി ഇവരുടെ പുതിയ ചിപ്സെറ്റ് വരുന്ന സമയത്ത് ആ ഒരു നെയിമിങ് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബിൽഡും കാര്യങ്ങളും വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 1+5+2 എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ബിൽഡും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ കോർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ കോറും കാര്യങ്ങളും പറയാം. അതിനുശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ പ്രൈം കോർ എന്ന് പറയുന്നതാണ് 1 Cortex X4 എന്ന് പറയുന്നത്. അതിൻ്റെ ടോട്ടൽ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 3.5 GHz ആണ്. ഇതിൻ്റെ പെർഫോമൻസ് സ്കോർ നോക്കുകയാണെങ്കിൽ 5 പെർഫോമൻസ് സ്കോറാണ് ഇതിൽ വരുന്നത്. 5 കോട്ടക്സിൻ്റെ A720 എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. ഇതിൽ 3 മോഡൽസിന് നമുക്ക് 3.2 GHz വരെയാണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. 2 കോറിന് നമുക്ക് 3.0 GHz ആണ് വരുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ എഫിഷ്യൻസി കോറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് 2 കോറാണ് വരുന്നത്. അതായത് 2 Cortex A520 എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് വരുന്നത്. ഇതിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 2.3 GHz ആണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് 8 കോറുള്ള ഒരു ചിപ്സെറ്റാണ്. അതായത് ഇതിൻ്റെ പ്രൈം കോർ എന്ന് പറയുന്നതാണ് ആ ഒരു 3.3 GHzൻ്റെ പ്രൈം കോർ എന്ന് പറയുന്നത്, ഏറ്റവും മേളിൽ കാണുന്നത്. പിന്നെ നടുക്ക് കാണുന്ന ആ ഒരു ചെറിയതായിട്ട് കാണുന്ന കോർസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പെർഫോമൻസ് കോർ. അതിൽ 3 എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 3.2 GHzൻ്റെ കോറാണ് അതിൽ വരുന്നത്. പിന്നെ നമുക്ക് 3.0 വരുന്ന ആ ഒരു ക്ലോക്ക് സ്പീഡുള്ള ആ കോർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പവർ എഫിഷ്യൻസിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കോറാണ്. പിന്നെ നമുക്ക് താഴെ കാണുന്നതാണ് എഫിഷ്യൻസി കോർ. അതിലാണ് നമുക്ക് 2.3 GHzൻ്റെ ക്ലോക്ക് സ്പീഡും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് 8 കോറുള്ള ചിപ്സെറ്റാണ്. അപ്പം അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ നമ്മുടെ പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് Snapdragon 8 Gen 2 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 30% പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാസ്റ്റർ ആയിട്ടുണ്ട്. അതുപോലെ 20% ഇതിൻ്റെ പവർ എഫിഷ്യൻസി കൂടിയിട്ടുണ്ട് ഈ ഒരു 8 Gen 3യിൽ. അതുപോലെ നമുക്ക് ആ ഒരു ചിപ്സിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് 12 MBൻ്റെ LC ക്യാഷും കാര്യങ്ങളും കാണാൻ പറ്റും. GPU നോക്കുന്ന സമയത്ത് അതിലും കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീവിയസ് മോഡലിനെക്കാളിൻ്റെ 25% ഫാസ്റ്റർ ആയുള്ള അല്ലെങ്കിൽ സ്പീഡായുള്ള ഒരു GPU ആണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 25% പവർ എഫിഷ്യൻ്റ് ആയുള്ള ഒരു GPU കൂടെയാണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 1 Hzൻ്റെ വേരിയബിൾ ആയുള്ള റിഫ്രഷ് റേറ്റും കാര്യങ്ങളും ഈ ഒരു മോഡലിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ സ്ക്രീനിൽ ഓൺ ചെയ്ത് തരാൻ പറ്റും. അപ്പം അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആവുക, അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. അതായത് ഈ ഒരു വേരിയബിൾ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയി കിടക്കുന്ന സമയത്ത് അതായത് 120 Hz റിഫ്രഷ് റേറ്റിൽ നിന്ന് 1 Hzലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതായത് ആ ഒരു ഡിസ്പ്ലേക്ക് എന്തോരം റിഫ്രഷ് റേറ്റ് വേണോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഔട്ട്പുട്ട് നമ്മുടെ ഈ ഒരു GPU ഉണ്ടെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ചിപ്സെറ്റിൽ നമ്മുടെ പ്രീവിയസ് മോഡലിനെക്കാളും 1.5x ബെറ്റർ ആയുള്ള റേ ട്രേസിങ് കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗ്രാഫിക്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിമും കാര്യങ്ങളും നമുക്ക് ബെറ്റർ ആയുള്ള രീതിയിൽ, മച്ച് ബെറ്റർ ആയുള്ള രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്ലേ CPU നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് അതിലും കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വേരിയബിൾ ആയുള്ള റിഫ്രഷ് റേറ്റും കാര്യങ്ങളും നമുക്ക് ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് 120 Hz നിന്ന് നമുക്ക് 1 Hz വരെ അതിൻ്റെ ആ ഒരു യൂസേജിനനുസരിച്ച് റിഫ്രഷ് റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു ചിപ്സെറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ Snapdragon 8 Gen 2ൽ നമുക്ക് 144 FPS വരെയാണ് പോകാൻ പറ്റുമെങ്കിൽ ഈ ഒരു മോഡൽ വരുന്ന സമയത്ത് നമുക്ക് 240 FPS വരെ പോകാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അൺറിയൽ എഞ്ചിൻ്റെ 5 Luma എന്ന് പറയുന്ന ആ ഇത് നമുക്ക് ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ടൈമിൽ ആ ഒരു ഗ്ലോബൽ ഇലുമിനേഷനും അതുപോലെ വാട്ടറിൻ്റെ റിഫ്ലക്ഷനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷാഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു അൺറിയൽ എഞ്ചിൻ്റെ 5 Luma വരുന്നതുകൊണ്ടുള്ള ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇനി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വൈഫൈ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് Wi-Fi 7 കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ നോക്കുകയാണെങ്കിൽ 5.4 നമുക്ക് ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ഈ നമ്മുടെ വൈഫൈ മോഡും കാര്യങ്ങളും വന്നിരിക്കുന്നത് പറയുന്നത് Snapdragon X75 5G മോഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഡൗൺ ലിങ്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 10 GB/s ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ അപ്പ് ലിങ്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ് ടു 3.5 GB/s നമുക്ക് സപ്പോർട്ട് ആവുന്നുണ്ട്. അതുപോലെ Qualcommൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. അതായത് ചാർജ് 5 ടെക്നോളജിയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. LPDയുടെ 5Xൻ്റെ മെമ്മറി കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 4800 MHz ആണ്. സ്റ്റോറേജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് UFS 4.0 ആണ് വരുന്നത്. USB കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതായത് വേർഷൻ 3.1
7 Gen 2 ആണ് വരുന്നത്. ടൈപ്പ് സി കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ എയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കുറേ അധികം ഫീച്ചേഴ്സ് കാര്യങ്ങളും ഈ ഒരു ചിപ്സെറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രീവിയസ് മോഡലിൽ വെച്ച് നോക്കുന്ന സമയത്ത്. അതായത് ഫോട്ടോഷോപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഫോട്ടോ എക്സ്പാൻഷൻ, അതുപോലെ നമുക്ക് സ്റ്റേബിൾ ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ Qualcomm AI സ്റ്റോക്ക് മോഡൽസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ചിപ്സെറ്റ് വരുന്ന കുറേ അധികം മോഡൽസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും കൊടുത്തിരിക്കാം. ഈ ഒരു എനിക്ക് തോന്നുന്നു നവംബറിൽ നമ്മുടെ ഐക്യൂൻ്റെ ആ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. IQ 12 എന്ന് പറയുന്ന മോഡൽ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഈ ഒരു ചിപ്സെറ്റ് ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ OnePlusൻ്റെ സൈഡിൽ നിന്നും ഓപ്പോൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറേ മോഡൽസ് കാര്യങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ Qualcomm Snapdragon 8 Gen 3ൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.